തിരുവനന്തപുരം മേയർ വി രാജേഷ് കണ്ണൂർ പയ്യാമ്പലത്തെ മാരാർജി ഭവനിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. പ്രാർത്ഥന നടത്തിക്കൊണ്ടാണ് ആരംഭിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മേയറായി ചുമതലയേറ്റത്. ഒരാഴ്ച ആകുമ്പോൾ തന്നെ ഇവിടെ വരാൻ കഴിഞ്ഞു. അതിൽ അങ്ങേയറ്റം തന്നെ പ്രവർത്തനത്തിന് കൂടുതൽ ഊർജ്ജം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. വിഴിഞ്ഞത്ത് തെരഞ്ഞെടുപ്പ് വരാനുണ്ട്, അവിടെ വിജയസാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. വിഴിഞ്ഞത്ത് ഇപ്പോൾ കോർപ്പറേഷൻ ഭരണം BJPക്ക് ലഭിച്ചതോടെ അതിനുശേഷം ഞാൻ 2 തവണ വിഴിഞ്ഞത്ത് പോയിരുന്നു. ചെന്നപ്പോഴേക്കും ആ വാർഡൊക്കെ തന്നെ വളരെ വളരെ പരിതാപകരമായ അവസ്ഥ. ഞാൻ പോയത് ഒരു വലിയ കുളമുണ്ട് അവിടെ അന്വേഷിച്ചാൽ അറിയാം. ആ കുളത്തിന് കൈവേരി കെട്ടാൻ വേണ്ടി ഇത്രയും കാലം പറഞ്ഞിട്ടും LDFും UDFും മാറി ജയിച്ചിട്ടുണ്ട്, സാധിച്ചില്ല. ഒരു കുട്ടി കഴിഞ്ഞ ദിവസം വന്ന ആ കുളത്തിനകത്ത് സൈക്കിളും കുട്ടിയും കൂടെ വീണു. ഇപ്പോൾ BJPയുടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ബിനു ആണ് ആ കുട്ടിയെ ചതുപ്പിൽ ചാടി രക്ഷപ്പെടുത്തി. ബിനു ഇപ്പോൾ കാലിൽ പൊട്ടൽ വന്നിട്ട് ചികിത്സയിലാണ്. ബിനുവിനെ കാണാൻ ഞാൻ പോയത്. അപ്പോൾ അതിൻ്റെ ചുറ്റും ആൾക്കാർ കൂടിയിട്ട് എത്രയും പെട്ടെന്ന് കൈവേരി കെട്ടാം. അപ്പോൾ ഈ കോഡ് ഓഫ് കോണ്ടാക്ട് ഇപ്പോൾ ഉള്ളതുകൊണ്ട് മേയർക്കത് പ്രഖ്യാപിക്കാൻ പരിമിതിയുണ്ട്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ മാറിക്കഴിഞ്ഞാൽ അതിൽ കാര്യങ്ങൾ ഇടപെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടപ്പാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ വലിയ പ്രതീക്ഷയോടാണ് നോക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളാണ് അവിടെ വിജയിക്കാൻ പോകുന്നത്. ഈ ആർശ്രീയിലേക്ക് പ്രശാന്തൻ്റെ ഓഫീസിന് വരെ ഒരു കൗൺസിലർ എന്നുള്ളൊരു ബോർഡ് കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇല്ലാത്ത അധികാരം BJP ഭരണത്തിൽ വന്നതിന് ശേഷം ഉണ്ടാക്കിയെടുക്കുകയാണെന്നാണ് LDFിൻ്റെ ആരോപണം. ഞാൻ അക്കാര്യങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതിപ്പോൾ കൗൺസിലറുടെ ഓഫീസാണ്. ശാസ്തമംഗലം മധുസൂദനൻ നായർ എന്ന BJPയുടെ കൗൺസിലർ കഴിഞ്ഞ 5 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണ്. അപ്പോൾ കരാറ് പ്രകാരം കുറച്ചുകൂടെ അക്കാര്യങ്ങൾ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് അക്കാര്യങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ശരി. തിരുവനന്തപുരം മേയർ വി രാജേഷ് കണ്ണൂർ പയ്യാമ്പലത്തെ മാരാർജി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം വിവിധ വിഷയങ്ങളിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. തത്സമയമാണ് കണ്ടത്.